CPIM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഈ നവീൻ കുടുംബത്തോടുള്ള ഈ വാക്ക് തുടക്കം മുതലേ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ വാക്കും കീറിയ ചാക്കും ഈ രണ്ടും ഒരുപോലെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ സ്മൃതി, കഴിഞ്ഞ 44 ദിവസം സംസ്ഥാന ഗവൺമെൻറ്റും CPIM എന്ന് പറയുന്ന പാർട്ടിയും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് കൊടും ചതിയല്ലേ, വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചിട്ടുള്ളത്? 33 ദിവസത്തെ SIT അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇവർക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കുമോ? ആദ്യത്തെ 11 ദിവസമുള്ള SHOയുടെ അന്വേഷണം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ പലപ്പോഴും 15ാമത്തെ ദിവസം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ചർച്ചയിൽ ഞങ്ങൾ പാർട്ടിയുടെ ഒരു നിലപാട് പറഞ്ഞിരുന്നു. ഇത് വളരെ ദുരൂഹമായിട്ടുള്ള ഒരു മരണമാണ്, ഇത് കൊലപാതകമാണെന്ന് സംശയിച്ചാൽ തെറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് പലരും പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെന്തിനാ കുടുംബത്തിന് പോലും ഇല്ലാത്ത അപസർപ്പകത കഥ എങ്ങനെ മെനിയുന്നത് എന്ന് ചോദിച്ചത് ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, തനിക്ക് ആഗ്രഹമില്ലാത്തൊരു യാത്രയയപ്പ് യോഗം നിർബന്ധിച്ച് നടത്തി അവിടെ നിന്ന് ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ കൊടുത്തത് മുതൽ പോസ്റ്റ്മോർട്ടം വരെയുള്ള കാലഘട്ടത്തിലുള്ള ഒരു അന്വേഷണവും തുടർന്ന് അങ്ങോട്ട് പ്രാഥമികമായിട്ട് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, അത് കലക്ടറുടെ പങ്കാകട്ടെ, കത്താകട്ടെ, വ്യാജ സാക്ഷികളെ കൊണ്ടുവന്നതാകട്ടെ, ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി നടന്നിരുന്നുവെങ്കിൽ സ്മൃതി, കണ്ണൂരിൽ വലിയൊരു ഉപജാപക സംഘം തന്നെ ഇപ്പോൾ ജയിലറക്കുള്ളിലാകുമായിരുന്നു. വളരെ സമർത്ഥമായി ഇവിടെ വഞ്ചിക്കപ്പെട്ടു. നോക്കൂ നിങ്ങൾ, സാധാരണ നമ്മളൊരു ആത്മഹത്യ, ഞാനതിൽ കൂടുതലായിട്ട് പോകുന്നില്ല, ഒരു ആത്മഹത്യ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ ഇതുവരെ കണ്ടതിൽ ബഹുഭൂരിപക്ഷവും വാതിൽ അടച്ചിട്ട് ഡോറ് പൂട്ടിയിട്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. അതാ ഞങ്ങൾ തുടക്കത്തിൽ ഇത് കൊലപാതകമാണ്, അങ്ങനെ കൊലപാതകം ചെയ്താലും അത് സംശയിക്കുമെന്ന് പറയാനുള്ള കുറേ ഉദാഹരണങ്ങളുണ്ട്, ഡസൻ കണക്കിന് ഉദാഹരണം ഞാനിവിടെ പറഞ്ഞുതരാം. കണ്ണൂരിൽ ഈ പല പാർട്ടി പ്രതിരോധത്തിലാകുന്ന പല ഘട്ടങ്ങളിലും ചിലരെ കെട്ടി തൂക്കി അത് അവസാനം സമാനതകളില്ലാത്ത ആരോപണം ഈ പാർട്ടി കണ്ണൂരിൽ നേരിട്ടിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷണം നടത്തി ഇത് ചില മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർത്ത ഒരു 5-6 കേസുകൾ ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമതൊന്നും സ്മൃതി, ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഇവിടെ കലക്ടറുടെ നിലപാട് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞല്ലോ, ഈ കലക്ടർ എന്ന് പറയുന്നത് IAS ഉദ്യോഗസ്ഥരിൽ ഒരു കറുത്ത കുത്താണ്. അദ്ദേഹം ഈ കേസിലെടുത്ത നിലപാടുകൾ 3 ഘട്ടങ്ങളിൽ 3 വ്യത്യസ്ത നിലപാടെടുത്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ 18-ാം തീയതിയുള്ള ആ കത്തൊന്ന് വായിച്ചു നോക്കി. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത് സ്മൃതി, വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുകയാണ്, കാര്യക്ഷമത, സഹാനുഭൂതി, എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ആൾ, നികത്താനാവാത്ത നഷ്ടബോധം, എൻ്റെ ചുറ്റും ഇരുട്ട് മാത്രമാണ്. ഇങ്ങനെ 18-ാം തീയതി ഒരു കത്ത് എഴുതി അത് കുടുംബത്തിന് കൊടുത്ത് ലാൻഡ് റവന്യൂ ഡയറക്ടറുടെ ജോയിൻറ്റ് ഡയറക്ടർക്ക് IAS ഗീതയ്ക്കുടെ മുന്നിലും കൊടുത്ത മൊഴി അതും നമുക്ക് മുന്നിൽ വന്നു. എങ്ങനെയാണ് 19-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി ഇദ്ദേഹം പറയുകയാണ് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, മരണത്തെക്കുറിച്ച് ഇനിയും വ്യക്തത ഉണ്ടായിട്ടില്ല, ഇനിയും ചിലത് പുറത്തു വരാനുണ്ട്. 18 വരെ കുടുംബത്തോടൊപ്പം നിന്ന് കുടുംബത്തിൻ്റെ കണ്ണീരിൻ്റെ കഥ പറഞ്ഞ ഇദ്ദേഹം 19-ാം തീയതി ഇദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി പിണറായിയിലെ വീട്ടിൽ 3/4 മണിക്കൂർ ചർച്ച ചെയ്തിട്ടില്ലേ? ഇദ്ദേഹത്തിൻ്റെ ഈ പങ്ക് തുടക്കം മുതലേ, അതാണല്ലോ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഏറ്റവും തുടക്കം മുതൽ ആ ക്വാർട്ടേഴ്സ് വിട്ടത് മുതൽ ഈ മലബാർ എക്സ്പ്രസ് ഈ കണ്ണൂരിൽ വരുന്നതിന് 3 മണിക്കൂർ മുമ്പേ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് പറയുന്ന ഇദ്ദേഹം പിന്നെ എവിടെ പോയി? ഇത് മുനീശ്വരൻ കോവിൽ മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ CCTV ക്യാമറകൾ, ഇതൊക്കെയല്ലേ തുടക്കത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടത്? ഇങ്ങനെ ഒന്നും പോകാതെ ഇദ്ദേഹത്തിൻ്റെ കുടുംബം, നവീൻ ബാബുവിൻ്റെ കുടുംബം പറഞ്ഞു, സ്മൃതി 15-ന് ഞങ്ങളൊരു പരാതി കൊടുത്തു, ആ പരാതി വെച്ച് അടയിരുന്നില്ല, അതിന്മേൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? 14-ന് വിജിലൻസ് ഓഫീസിൽ പോയി എന്നൊരു വ്യാജ കഥ പറഞ്ഞില്ലേ? ഇനി പോട്ടെ, ആർക്കായിരുന്നു ഈ കുടുംബാംഗങ്ങൾ വരുന്നതിന് മുമ്പ് ഈ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റ് നടത്താൻ ഇത്ര ധൃതി? ആര് പറഞ്ഞിട്ടായി നടത്തിയത്? ആരുടെ സാന്നിധ്യത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്? ഞങ്ങളുടെ നേതാക്കളെയൊക്കെ അന്ന് അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ഞങ്ങൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഈ പ്രതി എന്ന ആരോപണ വിധേയനായിട്ടുള്ളവരും ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്ന ആശുപത്രിയാണ്, അത് ബയാസ്ഡ് ആണ്, അവിടെ നടത്താൻ വേണ്ടി പറയില്ലെന്ന് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചാൽ ആത്മാർത്ഥതയുണ്ടല്ലോ ആ ആരോപണം പറഞ്ഞവരെ പുറത്താക്കാൻ. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും വളരെ സമർത്ഥമായിട്ട് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു പരിശ്രമം നടത്തി ഈ 44 ദിവസം ഈ കുടുംബത്തെ നക്കിക്കൊല്ലുകയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എന്തേ ആരും ഈ 19 മുതൽ ഇദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? എവിടെയാണ് പ്രശ്നം? ഇദ്ദേഹം ഇതിലെ ഒരു കേസ് അട്ടിമറിക്കാൻ വളരെ
സമർത്ഥമായി. എന്തായാലും നവീൻ ബാബു നമ്മളെ വിട്ടുപോയി, ഇനി ഞാനും കൂടി ഗൂഢാലോചനയിൽ പങ്കാളിയാവുന്ന സംശയിക്കുന്ന ഒരു കേസിൽ എനിക്കിനി ഈ ദിവ്യയെ അല്ലെങ്കിൽ പ്രതികളെ രക്ഷിക്കാൻ ആവശ്യമായ ഒരു നിലയിലേക്ക് പോകണം. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ ഒറ്റ കാര്യം കൂടി, 2 മിനിറ്റ് കൂടി സ്മൃതി. സാധാരണയായി കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് കേരളം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കേസിൻ്റെ ഒരു അന്വേഷണം നടത്തുമ്പോൾ എത്ര ലാഘവത്തോടു കൂടിയായി കേസ് നടത്തിയിട്ടുള്ളത്. പ്രാഥമികമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗൂഢാലോചന പറഞ്ഞു. ആ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഇവർ കണ്ടെടുത്തിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിലെ പ്രഥമ തെളിവെന്ന് പറയുന്നത് ദിവ്യ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന ആ ക്യാമറാമാനും ക്യാമറയുമാണ്. ആ ക്യാമറ വരെ ഇതിലൊരു സീസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഇവരെന്ത് അന്വേഷണം നടത്തിയിട്ടുള്ളത്? മാത്രമല്ല പ്രസംഗത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താ എന്നതിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുകൂടിയാണ് ഇന്നിപ്പോൾ ഹർജിയിൽ മഞ്ജുഷ പറഞ്ഞിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.